ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് കുന്നംകുളം. നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സെർവർ തകരാർ, റേഷൻ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചതായി മന്ത്രി. രാവിലെ മുതൽ റേഷൻ കടകൾക്ക് മുൻപിൽ കാത്തുനിന്ന ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി കെ മുരളീധരൻ MP. സംസ്ഥാനത്ത് 20-20 സീറ്റിലും UDF ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് സമനില തെറ്റിയതുപോലെ മുഖ്യമന്ത്രി പിച്ചും പേയും വിളിച്ചു പറയുന്നതെന്ന് മുരളീധരൻ. പൌരത്വ ഭേദഗതി ബില്ല് സംബന്ധിച്ച ലോക്സഭയിലെ ചർച്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കല്ലുവെച്ച നുണയെന്നും മുരളീധരൻ. തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നാട്, കൺവെൻഷനുകളും റോഡ് ഷോകളും സജീവം. ഇലക്ട്രൽ ബോണ്ട് വഴി സ്വരൂപിച്ച പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കാമെന്നത് BJPയുടെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ചാവക്കാടിനെ ആവേശത്തിലാക്കി ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. UDF പ്രചരണവും സജീവം. വാർത്തകൾ വിശദമായി. സെർവർ തകരാർ, റേഷൻ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചതായി മന്ത്രി. രാവിലെ മുതൽ റേഷൻ കടകൾക്ക് മുൻപിൽ കാത്തുനിന്ന ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. സെർവർ തകരാറിനെ തുടർന്ന് വിരലടയാളം രേഖപ്പെടുത്താൻ സാധിക്കാത്തതാണ് മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ കാരണമായത്. പ്രശ്നപരിഹാരത്തിനായി സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയതായി മന്ത്രി വ്യക്തമാക്കി. സാധ്യമാകുമെങ്കിൽ AAY വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മഞ്ഞ നിറമുള്ള കാർഡുടമകളുടെ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച നടത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം നിലവിലെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാവാത്ത സ്ഥിതിയാണ്. ആധാർ മസ്റ്ററിംഗിനായി സംസ്ഥാനത്ത് വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിവസം റേഷൻ വിതരണം നിർത്തിവെച്ചിരുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് മാത്രം നടത്താനായിരുന്നു തീരുമാനം. ഇതനുസരിച്ച് ജോലിക്ക് പോലും പോകാതെയാണ് ആളുകൾ മസ്റ്ററിംഗിനായി എത്തിയത്. എന്നാൽ മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും EPOS മെഷീനിൽ വിരലടയാളം രേഖപ്പെടുത്താൻ കഴിയാതെ വരികയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സാഹചര്യമായതോടെയാണ് മന്ത്രി ഇടപെട്ട് മഞ്ഞക്കാർഡുകാർക്ക് മാത്രം മസ്റ്ററിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ സെർവർ തകരാർ മൂലം അതും നടപ്പാക്കാനാവാത്ത അവസ്ഥയാണുണ്ടായത്. അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും രോഗികളും കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരും മസ്റ്ററിംഗിനായി എത്തിയിരുന്നു. മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ കടുത്ത പ്രതിഷേധത്തോടെ ജനങ്ങൾ പിരിഞ്ഞു പോവുകയായിരുന്നു. EPOS മെഷീന്റെ സെർവർ തകരാർ പരിഹരിക്കാതെ റേഷൻ ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇടതു സർക്കാർ നടപടിക്കെതിരെ കാട്ടകാമ്പാൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. UDF കാട്ടകാമ്പാൽ മണ്ഡലം ചെയർമാൻ MM അലി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MA അബ്ദുൾ റഷീദ്, അറഫ മൊയ്തുണ്ണി ഹാജി, AY മുഹമ്മദ് കുട്ടി, മൊയ്തുണ്ണി ഇഞ്ചിക്കാലയിൽ, NK അബ്ദുൾ റഷീദ്, അറഫ മൊയ്തുണ്ണി, NM റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് വയലേരിയിൽ വീടിന്റെ മുകളിൽ തീപിടുത്തം, നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വടക്കേക്കാട് വയലേരി ഗോപാലകൃഷ്ണന്റെ വീടിന് മുകളിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് സംഭവം. ടെറസിന് മുകളിൽ ഷീറ്റ് ഇട്ടിരുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന സാധനങ്ങളാണ് കത്തിനശിച്ചത്. കടയിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന കളിപ്പാട്ടങ്ങളും അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളും വാഷിംഗ് മെഷീൻ, നിരവധി ഫർണിച്ചർ എന്നിവയും കത്തിനശിച്ചു. സംഭവ സമയം ഗോപാലകൃഷ്ണൻ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. താഴത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഗോപാലകൃഷ്ണനെ തീ പടർന്നു പിടിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് വിളിച്ച് വിവരം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ പൂർണ്ണമായും തീ അണയ്ക്കുകയുമായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീ പടരാനുണ്ടായ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഫയർ ഓഫീസർ രാജസുബ്രഹ്മണ്യൻ, സാബു, വിൽസൺ, ലീലു, സുനിൽ, മോഹൻദാസ്, നിതിൻ രാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. CCTV ന്യൂസ് പുന്നൂർകുളം. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതുക്കിപ്പണിത ഫാർമസി കൌണ്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നിലവിൽ 4 ഡോക്ടർമാരുടെ സേവനമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത്. ഒറ്റ കൌണ്ടറിലൂടെ മരുന്ന് വിതരണം നടത്തുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മരുന്ന് വിതരണത്തിന് 3 കൌണ്ടർ സജ്ജമാക്കിയത്.
മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയ്, ഷെർലി ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർ സപ്ന റഷീദ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. പഴകിയ ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഉരുളക്കിഴങ്ങ് കറി, ന്യൂഡിൽസ്, ഭക്ഷ്യയോഗ്യമല്ലാത്ത ബീഫ്, അൽഫാം, പുഴുങ്ങിയ മുട്ടകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. പാക്കിംഗ് തീയതി രേഖപ്പെടുത്താതെ ഫ്രിഡ്ജിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്തു. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ മാലിന്യങ്ങളും തരംതിരിക്കാതെ കൂട്ടിയിട്ട് കത്തിക്കുന്നതും പരിശോധനയിൽ കണ്ടെത്തി. നിരോധിത പ്ലാസ്റ്റിക് കേരി ബാഗുകളും ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. കൊണാർക്ക് എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തത്. SD സ്റ്റോഴ്സ്, സിബിൻ സ്റ്റേഷനറി എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോണിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് സീനിയർ പബ്ലിക് ഇൻസ്പെക്ടർ M രഞ്ജിത്ത്, MS ഷീബ, S രശ്മി, PP വിഷ്ണു, PS സജീഷ് എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്നും പിഴ ഈടാക്കൽ, ലൈസൻസ് റദ്ദ് ചെയ്യൽ തുടങ്ങിയ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ അറിയിച്ചു. പ്ലാസ്റ്റിക്, ഭക്ഷണയോഗ്യമല്ലാത്ത ആഹാരപദാർത്ഥങ്ങൾ എന്നിവ പിടിച്ചെടുത്തിട്ടുള്ളതാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൊണാർക്ക് ഹോട്ടൽ, ടവർ എന്നീ ഭാഗങ്ങളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരപദാർത്ഥങ്ങളും SD സ്റ്റേഷനറി, സിബിൻ സ്റ്റോർസ് എന്നിവിടങ്ങളിൽ നിരോധിച്ച പ്ലാസ്റ്റിക് കേരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ വൻ തിരക്ക്. രാവിലെ 11 മണിയോടെ തന്നെ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. തുടർന്ന് ഖുർആൻ പാരായണം നടത്തി ജുമാ നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ വിശ്വാസികളാൽ തിങ്ങി നിറഞ്ഞിരുന്നു. പല പള്ളികളിലും വരി പുറത്തേക്ക് നീണ്ടു. റംസാനായതിനാൽ ജുമാ നിസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായി. തുടർന്ന് ബന്ധുക്കളുടെ ഖബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ മടങ്ങിയത്. റമദാൻ മാസത്തിൽ കുന്നംകുളം ടൗൺ ജുമാ മസ്ജിദിൽ ജുമുഅ നമസ്കാരം വീക്ഷിച്ച് മതസൗഹാർദ്ദം പങ്കുവച്ച് യൂലിയോസ് മെത്രാപ്പൊലീത്ത. റമദാനിലെ ആദ്യ ജുമാ നമസ്കാരം വീക്ഷിക്കുന്നതിനും കുന്നംകുളം ടൗൺ ജുമാ മസ്ജിദ് സന്ദർശിക്കുന്നതിനുമായാണ് മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന അധിപനും നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ പ്രസിഡന്റുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത എത്തിയത്. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നവർക്കെതിരെ മുഴുവൻ മനുഷ്യരും ഒന്നിക്കണമെന്നും ഇന്ത്യ എല്ലാവരുടേതുമാണെന്നും ആയതിനാൽ രാഷ്ട്രീയ വിദ്വേഷങ്ങൾ ഒഴിവാക്കണമെന്നും തിരുമേനി പറഞ്ഞു. മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവരോട് നാം ബഹുദൂരം പാലിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരായി ക്രിയാത്മകമായി ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ ഖുതുബക്കും നമസ്കാരത്തിനും ഖത്തീബ് അബ്ദുൾ സലാം പുലാപ്പറ്റ നേതൃത്വം നൽകി. മസ്ജിദിലെത്തിയ മെത്രോപൊലീത്തയെ ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ്, ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി, മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് KT അബ്ദു, സെക്രട്ടറി പെൻകോ സൈഫുദ്ദീൻ, പള്ളി ഇമാം K ഇസഹാക്ക്, TA ഉസ്മാൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പള്ളിയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും റമദാനിലെ ആദ്യത്തെ പത്തായ കാരുണ്യത്തിന്റെ പത്തിലെ ആദ്യ ജുമാദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടാണ് മെത്രോപൊലീത്ത മടങ്ങിയത്. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം വരവായി 5,21,68,713 രൂപയും 2 കിലോ 526 ഗ്രാം 200 മില്ലിഗ്രാം സ്വർണവും 18 കിലോ 380 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000-ന്റെ 47 കറൻസികളും നിരോധിച്ച 1000 രൂപയുടെ 18 കറൻസിയും 500-ന്റെ 76 കറൻസിയും ലഭിച്ചു. CSB ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ കിഴക്കേ നടയിലെ SBIയുടെ ഈ ഭണ്ഡാരം വഴി 7,22,473 രൂപയും ലഭിച്ചു. പഴഞ്ഞിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ പെട്ടി ഓട്ടോറിക്ഷയിലിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രക്കാർക്കും പെട്ടി ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്നവർക്കും പരിക്കേറ്റു. പഴഞ്ഞി 1 വേ ചിറ്റം സെന്ററിൽ ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. മൃഗാശുപത്രി റോഡിൽ നിന്ന് കയറി വന്ന സ്കൂട്ടർ പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ 3 പേർ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇവർക്കും പെട്ടി ഓട്ടോയിൽ ഉണ്ടായിരുന്ന 2 പേർക്കും ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഗുരുവായൂർ സ്വദേശി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു.
കോട്ടപ്പടി മത്രംകോട്ട് 45 വയസ്സുള്ള ഗിരീഷാണ് മരിച്ചത്. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. അവിവാഹിതനാണ്. രവി പിതാവും ഇന്ദിര മാതാവുമാണ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ നാളെ പ്രഖ്യാപിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് പ്രഖ്യാപനമെന്ന് കമ്മീഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി മുൻ IAS ഉദ്യോഗസ്ഥരായ ഗ്യാനേഷ് കുമാർ, സഖ്ബീർ സിംഗ് സന്ധു എന്നിവർ ഇന്ന് ചുമതലയേറ്റിരുന്നു. പിന്നാലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയ ശേഷമാണ് തീയതികൾ അറിയിക്കാനായി നാളെ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചത്. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീയതികൾ കമ്മീഷൻ യോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി കെ മുരളീധരൻ MP. 20-ൽ 20 സീറ്റിലും UDF ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് സമനില തെറ്റിയതുപോലെ മുഖ്യമന്ത്രി പിച്ചും പേയും വിളിച്ചു പറയുന്നതെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ മുരളീധരൻ പരിഹസിച്ചു. പൌരത്വ ഭേദഗതി ബില്ല് സഭയിൽ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ MPമാർ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ ലഞ്ച് കഴിക്കുകയായിരുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കല്ലുവെച്ച നുണയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരം താണ മുഖ്യമന്ത്രിയായി പിണറായി അധപതിച്ചു. മോദിയുടെ കേരളത്തിലെ ഏജന്റാണ് പിണറായി. അതുകൊണ്ട് BJPക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്ക് കിട്ടുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. 20-20 ജയിക്കുക എന്നുള്ളത് കൊണ്ടാണ് സമനില തെറ്റിയ പോലെ പിച്ചും പേയും മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ MPമാർ, കേരള MPമാർ ലഞ്ച് കഴിക്കുകയായിരുന്നു. അപ്പം കല്ല് വെച്ചതാണ്. അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരംതാണ രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരംതാണ വ്യക്തിയായി പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു. മോഡിയുടെ കേരളത്തിലെ ഏജൻ്റാണ് പിണറായി. അതുകൊണ്ട് BJPക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും. തൃശൂർ ലോക്സഭ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളുടെ വീടുകളിലും ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലും കേച്ചേരി മബുൽ ഹുദയിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലുമാണ് സന്ദർശനം നടത്തിയത്. ചൂണ്ടൽ മേഖല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം CPI നേതാവായിരുന്ന PK പങ്കുണ്ണിയുടെ വീട്ടിലെത്തി മകനും മരുമകളുമടക്കമുള്ള കുടുംബക്കാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് പയ്യൂരിൽ ബാലകൃഷ്ണ പണിക്കർ, IV ഈയുക്കുട്ടി തുടങ്ങിയ ആദ്യകാല നേതാക്കളുടെ വീടുകളിലെത്തി. നേതാക്കളുടെ കുടുംബാംഗങ്ങൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. അല്പസമയം ചിലവഴിച്ച ശേഷം ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെത്തിയ സുനിൽകുമാറിനെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ അനിവാര്യതയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന വാഗ്ദാനവും നൽകി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. കേച്ചേരി മേഖലയിൽ ആയമുക്കിയിലെ ചന്ദ്രൻ, മണലിയിലെ ജോർജ്, PC രാഘവൻ തുടങ്ങിയ പഴയകാല നേതാക്കളുടെ വീടുകളും സുനിൽകുമാർ സന്ദർശിച്ചു. തുടർന്ന് കേച്ചേരിയിലെ മുസ്ലിം മതപഠന കേന്ദ്രവും ഖുറാൻ കോളേജും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മബുൽ ഹുദയിലും സ്ഥാനാർത്ഥിയെത്തി. പ്രചരണ പ്രവർത്തനങ്ങൾ 3ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്നും ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമാണെന്നും സുനിൽകുമാർ പറഞ്ഞു. ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ പോലെ ആര് വന്നാലും ആര് പോയാലും ഇടതുപക്ഷ രാജ്യത്തിനാണ് ജയിക്കും. ഇപ്പോൾ 3ാമത്തെ റൗണ്ടായി. സത്യത്തിൽ ഇലക്ഷൻ നാളെ പ്രഖ്യാപിക്കുന്നു. ഈ 3 റൗണ്ട് കഴിയുമ്പോഴുള്ള ആത്മവിശ്വാസം തുടക്കത്തിലുള്ള വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ ഉറപ്പായി ജയിക്കും. അത് ഞാൻ പറഞ്ഞ ആര് വന്നാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇടതുപക്ഷ രാജ്യത്തിന് മുന്നണി ഏത് സ്ഥാനാർത്ഥി ഏത് മുന്നണിയായിട്ട് മത്സരിക്കുന്നതിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല. അവരെല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങോട്ടും മാറിലൊക്കെ അത്തരം പാർട്ടികളിലൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്ന വിഷയമില്ല. ഇടതുമുന്നണി നേതാക്കളായ മുരളി പെരുന്നെല്ലി MLA, ഉഷ പ്രഭുകുമാർ, VR മനോജ്, രാകേഷ് കണിയാമ്പറമ്പിൽ, MB പ്രവീൺ, CJ ജിജു മാസ്റ്റർ, TP റാഫേൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാടിനെ ആവേശത്തിലാക്കി ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ.
മണത്തല നാഗയക്ഷി ക്ഷേത്രം പരിസരത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. ചാവക്കാട് നഗരം ചുറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രചരണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ഇന്ന് രാവിലെ ചാവക്കാട് വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. മണത്തല പള്ളി, വിശ്വനാഥ ക്ഷേത്രം, അയോധ്യ നഗർ, ദ്വാരക ക്ഷേത്രം, വിവിധ ആശുപത്രികൾ, വനിതാ കൂട്ടായ്മ, വല്ലഭട്ട കളരി, വിദ്യാനികേതൻ സ്കൂൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തി. തുടർന്ന് വൈകിട്ട് 6:30യോടെയാണ് റോഡ് ഷോ ആരംഭിച്ചത്. നേതാക്കളായ മണ്ഡലം പ്രസിഡന്റ് ബൈജു കെ.ആർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ജില്ലാ ട്രഷറർ കെ.ആർ. അനീഷ്, സുമേഷ് തേർലി, പ്രതീഷ് അയനപ്പുള്ളി, ബോഷി ചാണാശ്ശേരി, ഗണേഷ് ശിവജി, രജനി സുരേഷ്, വത്സൻ മുളയ്ക്കൽ, മിഥുൻ ഏങ്ങണ്ടിയൂർ, ഷൈൻ മടേക്കടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇലക്ട്രൽ ബോണ്ട് വഴി സ്വരൂപിച്ച പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കാമെന്നത് ബിജെപിയുടെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃശൂർ ചെമ്പോട്ടിൽ ലെയിനിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ജനാധിപത്യത്തെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് തേത്രായുഗത്തിലേക്ക് നാടിനെ കൈപ്പിടിച്ചു കൊണ്ടുപോകാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം. രാംലല്ലയെ അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയ മോദിക്ക് ബദലായി കേരളം ഉയർത്തിക്കാണിക്കുന്നത് പഞ്ചമി അക്ഷരം പഠിക്കുവാൻ വിദ്യാലയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ അയ്യങ്കാളിയെയാണ്. ആ നവോത്ഥാന പാതയിലാണ് നാം സഞ്ചരിക്കുന്നത്. കേരളത്തിന് മേൽ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സന്യാസിമാർ അല്ലെ, രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളെ പുറത്തു നിർത്തി സന്യാസിമാർ, ഹൈന്ദവ സന്യാസിമാരെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പൂജയും പരിപാടികളുമാണ് കണ്ടതെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ അവിടുത്തെ പ്രതിഷ്ഠാ ദിനത്തിൽ ഒരു അപരഗ്രഹ ജീവിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വേഷഭൂഷയുമായിട്ട് ഇരിക്കുന്നതും നമ്മൾ കണ്ടു അല്ലേ. ത്രേതായുഗത്തിലേക്കും ദ്വാപരയുഗത്തിലേക്കുമൊക്കെയാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് പകരം വയ്ക്കാൻ കേരളം മുന്നോട്ട് വച്ചത് പഞ്ചമിയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന അയ്യൻകാളിയെയാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളതായ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, റവന്യൂ മന്ത്രി K രാജൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, MLA-മാരായ P ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. LDF ഘടകകക്ഷി നേതാക്കളായ PK രാജൻ, മോളി ഫ്രാൻസിസ്, CR വത്സൻ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ഫ്രെഡി K താഴത്ത്, ദിബിൻ തെക്കേപ്പുറം, പോളം ചാക്കോ, TR രമേഷ് കുമാർ, ഷീല വിജയകുമാർ, സെലസ്ഥാപക ഷീബ അമീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ് കേച്ചേരി. LDF കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കരിക്കാട് KK റീജൻസിയിൽ MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും എല്ലാവരും വിശ്വാസികളാണ് എന്ന് കരുതി ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നത് വർഗീയവൽക്കരണത്തിന്റെ ഉദാഹരണമാണെന്നും MLA പറഞ്ഞു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ LDF നേതാക്കളായ ജലീൽ പഴുന്നാന, MN മുരളീധരൻ, K കൊച്ചനിയൻ, PI രാജേന്ദ്രൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, KB ജയൻ, PT ജോസഫ്, പത്മം വേണുഗോപാൽ, MK മോഹനൻ, ഫൗസിയ എന്നിവർ സംസാരിച്ചു. സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV സുധീർ സ്വാഗതവും KB ജയൻ നന്ദിയും പറഞ്ഞു. രാജ്യത്തിന്റെ കണക്ക് 124 രാജ്യങ്ങളുടെ കണക്കെടുത്ത് വിശപ്പിന്റെ സൂചിക പരിശോധിച്ചപ്പോൾ അതിൽ 111 സ്ഥാനത്താണ് ഇന്ത്യ. പട്ടിണിക്കാരുടെ എണ്ണം കൂടുകയാണ്, തെരുവിൽ കിടന്നുറങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഈ കേരളത്തിൽ പട്ടിണിക്കാരില്ലാത്ത സംസ്ഥാനമായി 2024 64,000 പേരുണ്ട്. അവരെയും കൂടി കേരളത്തിൽ കൈപിടിച്ച് ഉയർത്തുകയാണ്. നിങ്ങളുടെ നാട്ടിൽ പട്ടിണി കൂടുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി നടപ്പായോ? നാരീ ശക്തിയുടെ ഗുണം പറയുമ്പോൾ മണിപ്പൂരിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുക. LDF ചൂണ്ടൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിന്റെ അങ്കണത്തിൽ ചേർന്ന കൺവെൻഷൻ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ അധ്യക്ഷനായി.
ഇടതുമുന്നണി നേതാക്കളായ രാകേഷ് കണിയാംപറമ്പിൽ, എം പി പ്രവീൺ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ടി പി റാഫേൽ, വി രാധാകൃഷ്ണൻ, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, സാംസ്കാരിക പ്രവർത്തകൻ അരവിന്ദൻ ചുണ്ടൽ തുടങ്ങിയവർ സംസാരിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി ടി പി റാഫേൽ പ്രസിഡന്റ്, സി ജെ ജിജു മാസ്റ്റർ സെക്രട്ടറി, സി എൽ ജോജു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി LDF ചൂണ്ടൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ തരകൻ ആർക്കേഡിൽ ആരംഭിച്ച ഓഫീസ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി റാഫേൽ അധ്യക്ഷനായി. ഉഷ പ്രഭുകുമാർ, VR മനോജ്, MB പ്രവീൺ, രാകേഷ് കണിയാംപറമ്പിൽ, CJ ജിജു മാസ്റ്റർ, DL ജോജു എന്നിവർ സംസാരിച്ചു. LDF പോർക്കുളം പഞ്ചായത്ത് കൺവെൻഷൻ കൊങ്ങണൂർ ചോയ്സ് ഓഡിറ്റോറിയത്തിൽ CPI നിയോജക മണ്ഡലം സെക്രട്ടറി KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി MN സത്യൻ, കലാമണ്ഡലം കുട്ടിനാരായണൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, CG രഘുനാഥ്, K ലീല, ഓമന ബാബു, ജിഷ ശശി, സിന്ധു ബാലൻ, KM നാരായണൻ, P അരവിന്ദാക്ഷൻ, KS പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. മാർച്ച് 16-17 തീയതികളിൽ നടക്കുന്ന ശ്രീ വിശ്വനാഥ ക്ഷേത്ര ഉത്സവം ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ KK മുബാറക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, കൌൺസിലർ സ്മൃതി S, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, ക്ലീൻ സിറ്റി മാനേജർ അഞ്ജു K തമ്പി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര പരിസരങ്ങളിലും പാർക്കിംഗ് ഇടങ്ങളിലും മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനായി വലിയ കുട്ടകൾ സ്ഥാപിക്കും. നഗരസഭ ഹരിതകർമ്മസേന അംഗങ്ങളെ ഗ്രീൻ വോളണ്ടിയർമാരായി നിയോഗിക്കും. പൊതുജനങ്ങൾക്ക് മാലിന്യ സംസ്കരണ ഉപാധികൾ പരിചയപ്പെടുത്തുന്നതിനായി ഗ്രീൻ ഓഫീസും സ്ഥാപിക്കാൻ തീരുമാനിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും ഒറ്റത്തവണ ഉപയോഗമുള്ള വസ്തുക്കളുടെയും വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായും നിരോധിക്കും. എടക്കഴിയൂർ പഞ്ചവടിയിൽ പുന്നയൂർ പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കെതിരെ പരാതിയുമായി പ്രദേശവാസി രംഗത്ത്. പ്രതിഷേധവുമായി UDF നേതൃത്വവും രംഗത്തുണ്ട്. എന്നാൽ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. തങ്ങളുടെ കുടിവെള്ളം ഇല്ലാതാകുന്നെന്നാരോപിച്ച് പ്രദേശവാസിയായ എടക്കഴിയൂർ നാലകത്ത് ഷമീറയാണ് രംഗത്ത് വന്നത്. തന്റെ വീടിന് സമീപത്താണ് പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കുന്നതെന്നും ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് സമീപത്തുള്ളതിനാൽ കുടിവെള്ള സ്രോതസ് മലിനമാകുന്നതായും വീട്ടുടമ ആരോപിച്ചു. ഇത് നമ്മളെ വീടിനോട് ചേർന്നായതുകൊണ്ട് നമുക്കിത് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് ഈ ടോയ്ലറ്റ് സംവിധാനം ഇവിടെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കണം. ഇത് ഹൈവേ വരേണ്ട പ്രോജക്റ്റ് പ്രസിഡന്റിന് മാത്രമാണ് ഇത് ഒരൊറ്റ വാശി. മറവേട് കമ്പനിക്കാരെന്നെ വിളിച്ചിരുന്നു. ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടതിന് ശേഷം അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോലും പറഞ്ഞ് എന്നോട് എന്തെന്ന് നമ്മൾ ഇത് മാറ്റി സ്ഥാപിക്കാൻ പ്രസിഡന്റിനോട് സംസാരിക്കാം. പക്ഷേ ആ ആൾക്ക് മാത്രമാണ് ഇതിനോടുള്ള വാശി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പാവപ്പെട്ട എൻ്റെ വീടും എൻ്റെ കുടുംബമായിട്ട് എനിക്ക് എവിടെയും പോകാൻ മാർഗമില്ല. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി സ്ഥാപിക്കാനും ഈ കുഴി തീർപ്പാക്കാനുള്ള വിഷയത്തിൽ പ്രതിഷേധവുമായി UDF നേതൃത്വവും രംഗത്ത് വന്നു. ദേശീയപാതയ്ക്ക് സമീപമാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കേണ്ടതെന്നും മറ്റിടങ്ങളിലെല്ലാം ഈ പദ്ധതി ഇത്തരം ഇടങ്ങളിലാണ് സ്ഥാപിച്ചതെന്നും UDF പഞ്ചായത്ത് അംഗം MV ഹൈദരാലി പറഞ്ഞു. വളരെ മോശമായ പഞ്ചായത്ത് ബോർഡിലൊക്കെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് എതിർത്ത ആൾക്കാരാണ്. അത് എല്ലാം അങ്ങനെ മൂടിക്കിടന്നിരുന്നാൽ ഇപ്പോൾ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ളൊരു വർക്കുമായിട്ട് ഇവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു പലവട്ടം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള അവിടെ പഞ്ചായത്തിന് മുമ്പിൽ വളരെ ഇതൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പണി ചെയ്യുന്നത്. ഇവർക്ക് ശല്യപ്പെടുന്ന ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കുഴിയിൽ ഞങ്ങളൊക്കെ കുഴിച്ചേണ്ടി വരും എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്ത് അംഗങ്ങളായ അസീസ് പന്തലാകുന്ന്, സുബൈദ പാലക്കൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M കുഞ്ഞുമുഹമ്മദ്, നേതാക്കളായ IP രാജേന്ദ്രൻ, മൊയ്തീൻ ഷാ പള്ളത്ത, KK ഹംസക്കുട്ടി, ജബ്ബാർ, ഫൈസൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. UDFന് രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ മറുപടിയായി പറഞ്ഞു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എതിരെ നിൽക്കുകയും ടൂറിസം സാധ്യതകളുടെ വികസനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് UDF പ്രതിനിധികൾ പിന്മാറണമെന്നും പരിസരവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, ചാവക്കാട്. വരവൂർ പഞ്ചായത്തിലെ തിച്ചൂർ അത്തിക്കുന്ന് കോളനിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു.
വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി, വൈസ് പ്രസിഡന്റ് KK ബാബു, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TA ഹിദായത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, പഞ്ചായത്ത് അംഗം TV സജീഷ്, AC പ്രൊമോട്ടർ AM മന്യ എന്നിവർ സംസാരിച്ചു. ഞമ്മനേങ്ങാട് ചക്കിത്തറയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 60ഓളം വളർത്തുകോഴികൾ ചത്തു. ചക്കിത്തറ തോട്ടുപുറത്ത് സോമന്റെ വളർത്തുകോഴികളാണ് ചത്തത്. കൂട് പൊളിച്ചാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. രാവിലെ വീട്ടുകാർ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. കോഴികളുടെ കഴുത്തിൽ നിന്നും ചോര ഊറ്റിക്കുടിച്ച നിലയിലായിരുന്നു. കടവല്ലൂർ കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഭരണസമിതി അംഗങ്ങളും പോലീസും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് യോഗം നടത്തിയത്. നാളെയാണ് പൂരാഘോഷം. ക്ഷേത്രത്തിലെത്തുന്ന ആഘോഷങ്ങൾ ദേവസ്വം നിശ്ചയിച്ച സമയങ്ങളിൽ തന്നെ ക്ഷേത്രത്തിലെത്തി സമാപിക്കണമെന്നും ആനകളുടെ പേരിലോ ആഘോഷങ്ങളുടെ പേരിലോ കമ്മിറ്റിക്കാർ തമ്മിൽ തർക്കങ്ങളില്ലാതെ മുൻ നിശ്ചയപ്രകാരം ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്നും SI മഹേഷ് നിർദ്ദേശിച്ചു. യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ ഘോഷ് കുമാർ, ഷാജി, പ്രഭാത് മുല്ലപ്പള്ളി, വേണുഗോപാൽ, വിശ്വംഭരൻ എന്നിവരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. പൂരദിവസമായ ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ വഴിപാടുകളായ പാലഭിഷേകം, തേനഭിഷേകം, നെയ്യഭിഷേകം, കളഭാഭിഷേകം, ഇളനീരഭിഷേകം, പനിനീരഭിഷേകം എന്നിവയും വിശേഷാൽ പൂജകളും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പൂജാരിമാരായ അനിൽ മേപ്പറത്ത്, രാമദാസ് എന്നിവർ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ മുള്ളത്ത് ഗണപതി ദേവിയുടെ തിടമ്പേറ്റും. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയാകും. ഉച്ചതിരിഞ്ഞ് 5 മണിയോടെ പ്രാദേശിക ആനപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും. തുടർന്ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 12 ഗജവീരന്മാർ അണിനിരക്കും. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം ഉണ്ടായിരിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം പരമ്പരാഗത കുടവേല വരവിനെ തുടർന്ന് തിറ, കാളി, തെയ്യം, കാവടി തുടങ്ങിയ ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിക്കും. സന്ധ്യയ്ക്ക് ദീപാരാധനയെ തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ ഉണ്ടായിരിക്കും. രാത്രി പൂരാവർത്തനത്തിന് ശേഷം കല്ലാറ്റ് മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന കളമ്പാട്ട് സമാപനത്തിന് കൂറ വലിക്കുന്നതോടെ പൂരത്തിന് സമാപനമാകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തലപ്പിള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും മണിമലർക്കാവ്, മാറുമറയ്ക്കൽ സമരം, കനാൽ സമരം, മിച്ചഭൂമി സമരം തുടങ്ങിയ സമരങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത AL ഫ്രാൻസിസിന്റെ 10ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം MLA-യുമായ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. AN സോമനാഥൻ അധ്യക്ഷനായി. CPIM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗം KG ഗോപിനാഥൻ, ബ്രാഞ്ച് കമ്മിറ്റി അംഗം K മഞ്ജുനാഥൻ, മുതിർന്ന CPIM നേതാവ് KS ശങ്കരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി തുടങ്ങിയവർ സംസാരിച്ചു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിന് മാർച്ച് 17 ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറുന്ന ഉത്സവം മാർച്ച് 24 ആറാട്ടോടുകൂടി സമാപിക്കും. ഉത്സവത്തിന് മുന്നോടിയായി മാർച്ച് 14 വ്യാഴാഴ്ച ആരംഭിച്ച ദ്രവ്യകലശം 17 ഞായറാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ കാഴ്ചശീവേലി, നിറമാല, വിളക്കാചാരം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ ഉണ്ടായിരിക്കും. ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി മാർച്ച് 22 നടക്കും. മാർച്ച് 23 പള്ളിവേട്ടയും ഉണ്ടാകും. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മെഗാ തിരുവാതിര, കഥകളി, എല്ലാ ദിവസവും ഭക്തിപ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, കളരിപ്പയറ്റ് പ്രദർശനം, കൈകൊട്ടിക്കളി തുടങ്ങിയവ അരങ്ങേറും. മാർച്ച് 22 വെള്ളിയാഴ്ച പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനം ഉണ്ടാകുമെന്നും ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർമാരായ KK മണികണ്ഠൻ, EG ഷാജി എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളിക്കുടയും ആലവട്ടവും വഴിപാടായി സമർപ്പിച്ചു. ക്ഷേത്രം അടിയന്തര ചുമതലക്കാരൻ കക്കാട് രാജപ്പൻ മാരാറാണ് വഴിപാട് സമർപ്പിച്ചത്. മുൻപ് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്ന കോലവും അദ്ദേഹം വഴിപാടായി സമർപ്പിച്ചിരുന്നു. ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, സമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.
എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ കുന്നംകുളം ഭദ്രാസനം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കൂടി നമസ്കാരം നടത്തി. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളിയിലെത്തിയ തിരുമേനിയെ ഇടവക വികാരി ഫാദർ ബെഞ്ചമിൻ OIC, ഇടവക ട്രസ്റ്റി MM ഗിരീഷ്, സെക്രട്ടറി വിമേക് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പുതിയ തലമുറയുടെ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ചും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും വേദപുസ്തകം വായന ശീലമാക്കുന്നതിനെക്കുറിച്ചും മെത്രാപ്പൊലീത്ത സംസാരിച്ചു. പൌരോഹിത്യ ജീവിതത്തിൽ 32 വർഷം പിന്നിടുന്ന യൂലിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ഇടവക ആശംസകൾ നേർന്നു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഗാനം ആലപിച്ചു. മധുരവിതരണവും ഉണ്ടായി. കുന്നംകുളം ഭദ്രാസനം യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി, റിനു ഷെമാശൻ, വിവിധ പള്ളികളിൽ നിന്നുള്ള അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിന്റെ 120ാം വാർഷികവും പഠനോത്സവവും നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ M ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ചന്ദ്രവതി സത്യൻ, ജയരാജ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ ജിയോ ജോർജ്, അധ്യാപകരായ N ജോളി ജോസ്, V വിൻസി ജോസ്, ASCC ഫ്ലെമി, പ്രസാദ്, റീന, മിനി എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ തലത്തിലും ഉപജില്ലാ തലത്തിലും മികവ് തെളിയിച്ചവർക്ക് മൊമെന്റോ നൽകി. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വടക്കൻ കൊറൈപ്പിസ്കോപ്പ ഏർപ്പെടുത്തിയ ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഓടിക്കൊണ്ടിരിക്കെ കാറിന്റെ ടയർ ഊരിത്തെറിച്ചു. കുന്നംകുളത്തായിരുന്നു സംഭവം. കുന്നംകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കോർപിയോ കാറിന്റെ ടയറാണ് ഊരിത്തെറിച്ചത്. ടയർ സമീപത്തെ കരിങ്കൽ ശില്പനിർമ്മാണശാലയിലേക്ക് തെറിച്ചു വീണു. തുടർന്ന് സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നും വാഹനത്തിന്റെ കേടുപാടുകൾ പരിഹരിച്ചതിന് ശേഷമാണ് യാത്ര തുടർന്നത്. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ രാമപുരം സ്രായിൽ വാർഡുകളെ ബന്ധിപ്പിക്കുന്ന തച്ചുംപുറം റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. തച്ചുംപുറം പാടശേഖരത്തിന് സമീപം 150 മീറ്ററോളം മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ പറഞ്ഞു. പണി പൂർത്തിയാകുന്നതോടെ രാമപുരത്ത് നിന്ന് സ്രായിൽ നന്നമുക്ക് ഭാഗത്തേക്ക് പോകാൻ എളുപ്പവഴിയാകും. പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് നടത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ചിറയ്ക്കൽ കൊണ്ടടക്കടവ് റോഡ് പണി വൈകുന്നത് മൂലം ചിറയ്ക്കലിൽ നിന്ന് സ്രായിലേക്ക് പോകാൻ നാട്ടുകാർ വലയുകയാണ്. തച്ചുംപുറം റോഡ് പണി പൂർത്തിയാകുന്നതോടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം 2ാം വാർഡും സ്രായിൽ 1ാം വാർഡും സംയുക്തമാക്കുന്നതിന് വേണ്ടി തച്ചുംപുറം പാടശേഖരം ഉയർത്തിക്കൊണ്ട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളെ വളരെ വേഗത്തിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 25 ലക്ഷം രൂപ ബഹുവർഷ പദ്ധതിയായി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. പഴഞ്ഞി പള്ളിക്ക് സമീപം പൊതു ടാപ്പ് തകർന്ന വെള്ളം പാഴാകുന്നു. പൈപ്പിന്റെ അടിവശത്ത് പൊട്ടിയതോടെ വെള്ളം റോഡിലൂടെ ഒഴുകി. പഴഞ്ഞി ചിറയ്ക്കൽ റോഡരികിലും പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നുണ്ട്. കേരള കലാമണ്ഡലം റിട്ടയേർഡ് പ്രിൻസിപ്പൽ കലാമണ്ഡലം പത്മിനിയും 12 ശിഷ്യരും ചേർന്ന് പത്മതീർത്ഥം എന്ന പേരിൽ ഞായറാഴ്ച ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നൃത്താർച്ചന നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:45 മുതൽ 1.5 മണിക്കൂറാണ് നൃത്താർച്ചന നടക്കുന്നത്. പത്മിനി ടീച്ചർക്ക് ശിഷ്യഗണങ്ങളുടെ ഗുരുദക്ഷിണ സമർപ്പണം കൂടിയാണ് നൃത്താർച്ചന. ശിഷ്യഗണങ്ങളോടൊത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ നൃത്താർച്ചന നടക്കുന്നത്. സ്ഥിരമായി നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണ് പലരും ചിലങ്ക അണിഞ്ഞ് അരങ്ങിലെത്തുന്നത്. ഭൂരിഭാഗം പേരും 60 കഴിഞ്ഞവരാണ് എന്ന പ്രത്യേകതയുണ്ട്. പത്മിനി ടീച്ചറുടെ കലാജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ഡോക്യുമെന്ററിയുടെ ചിത്രീകരണവും ഉണ്ടാകും. കലാമണ്ഡലം ഭാഗ്യേശ്വരി, കലാമണ്ഡലം സുശീല, കലാമണ്ഡലം സരോജിനി, കലാമണ്ഡലം രമ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യക്തികൾക്കും സംഘടനകൾക്കുമായി 100 വീൽ ചെയറുകൾ വിതരണം ചെയ്ത് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. വീൽ ചെയറുകളുടെ വിതരണ ഉദ്ഘാടനം CP ജോൺ നിർവഹിച്ചു. നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ ആദ്യ വീൽചെയർ ഏറ്റുവാങ്ങി. നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷെമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ എന്നിവർ സംസാരിച്ചു. 6 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു.
കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ ഹാളിൽ നടന്ന പഠനോത്സവം കണ്ടാനശ്ശേരി പഞ്ചായത്ത് അംഗം ജയന്തി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പഠനോത്സവത്തെക്കുറിച്ച് പ്രധാന അധ്യാപിക ലില്ലി ടീച്ചർ വിശദീകരിച്ചു. PTA പ്രസിഡന്റ് സുബർണ സിജോ അധ്യക്ഷയായി. ചൊവ്വന്നൂർ BRC കോർഡിനേറ്റർ സലാം മാസ്റ്റർ സംസാരിച്ചു. കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണവും മികച്ച പഠന പ്രവർത്തനങ്ങളുടെ പ്രദർശനവും നടന്നു. ക്വിസ്, വായനാ മത്സരങ്ങളും പഠനോത്സവത്തിന്റെ ഭാഗമായി നടന്നു. പറവകൾക്കായുള്ള പാനസ്നാന പാത്ര വിതരണത്തിന്റെ ചൂണ്ടൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CD പരമേശ്വരൻ അധ്യക്ഷനായി. മേജർ PJ സ്റ്റൈജു മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. ജോമി ജോൺസൺ, പ്രധാന അധ്യാപിക ഇൻചാർജ് അമ്പിളി M ചന്ദ്രൻ, അധ്യാപികമാരായ VJ ഷീല, സിമി ജോസ്, KJ രമ്യ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ KV വൈഷ്ണവ്, VR ദേവിക, VS അനുശ്രീ, KM അനീഷ്, CS നിർമ്മൽ എന്നിവർ നേതൃത്വം നൽകി. ജാഗിതി ഗുരുവായൂരും NSS ചാവക്കാട് താലൂക്ക് യൂണിയൻ, ഹ്യൂമൻ റിസോഴ്സ് സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ നേത്ര തൈറോയിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മമ്മിയൂരിലെ NSS താലൂക്ക് യൂണിയൻ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ RV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജാഗിതി പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ, T ഉണ്ണികൃഷ്ണൻ, O രാജഗോപാൽ, ഡോക്ടർ രംഗണ്ണ കുൽക്കർണി, M അനൂപ്, ഡോക്ടർ ദിവ്യ ധർമ്മരാജൻ, K നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ മേഖലയിൽ അടയ്ക്ക മോഷണം വ്യാപകമാകുന്നു. വേലൂർ തെക്കേ അങ്ങാടിയിൽ താമസിക്കുന്ന മുരിങ്ങാത്തേരി സൈമന്റെ 4 ചാക്ക് അടയ്ക്ക കഴിഞ്ഞ ദിവസം മോഷണം പോയി. പൊതിച്ച് വിൽക്കാനായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വീടിന്റെ മുകളിലെ നിലയിൽ ചാക്കിലാക്കി വെച്ച അടക്കയാണ് മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോയത്. ഏകദേശം 21,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം സമീപത്തെ വീട്ടിലെ കുരുമുളകും മോഷണം പോയിരുന്നു. വിൽക്കാൻ തയ്യാറാക്കി വെക്കുമ്പോഴാണ് മോഷണം എന്നതിനാൽ ഇക്കാര്യങ്ങളെല്ലാം അറിയുന്ന ആളായിരിക്കാം മോഷ്ടാവ് എന്നാണ് സൂചന. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. 4 കാലിത്തീറ്റ വരെ ചാക്കിലുള്ള അടയ്ക്ക കൊണ്ടുപോയി. ഏകദേശം 3 കിലോ പൊളിച്ച് കഴിഞ്ഞ കൊട്ടടക്കുണ്ടാവും. അന്ന് രാത്രിയാണ് കൊണ്ടുപോയത്. കയറി നോക്കിയത്, അപ്പോൾ സാധനമില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. എളവള്ളിയിൽ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുങ്ങി. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ കീഴിൽ ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിച്ചു. 5 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത്. പറക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള 15 സെന്റ് സ്ഥലത്താണ് ഉദ്യാനം നിർമ്മിച്ചിട്ടുള്ളത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം KV ഗോവിന്ദൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു, ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു ആൻഡ്രൂസ്, ജൈവ വൈവിധ്യ പരിപാലന സമിതി കൺവീനർ CT ജാൻസി, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷാമില എന്നിവർ സംസാരിച്ചു. ജൈവവേലി, നടപ്പാതകളിൽ കയർ ഭൂവസ്ത്രം, വായനമൂല, സെൽഫി പോയിന്റ്, കമ്പോസ്റ്റ് യൂണിറ്റ്, ഫലവൃക്ഷങ്ങൾ, നാടൻ മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, വംശനാശ ഭീഷണി നേരിടുന്ന മരങ്ങൾ എന്നിവയാണ് ജൈവ വൈവിധ്യ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. ഓരോ സസ്യങ്ങളുടെയും പേരും വിവരങ്ങളും അടങ്ങുന്ന QR കോഡും സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണൂർ പഴശ്ശി ഇക്കോ ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഉദ്യാനത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത്. 2 വർഷത്തെ പരിപാലന ചുമതലയും സൊസൈറ്റിക്കാണ്. ചങ്ങലം പരണ്ട, ഈന്ത്, നിലനാരകം, ദന്തപാല, ചിറ്റാടലോടകം, ഉഴിഞ്ഞ, വാദംകൊല്ലി, മരൽ, സർപ്പപ്പോള, ചെത്തിക്കൊടുവേലി, പുഷ്കരമൂലം, മുഞ്ഞ, ശംഖുപുഷ്പം, ചിറ്റമൃത്, സോമലത, കരിങ്കുറിഞ്ഞി, മുറികൂടി, ചെറുതേക്ക്, നന്ദ്യാർവട്ടം, കരിനൊച്ചിൽ, മഞ്ഞ കനകാംബരം, ചിറ്റരത്ത, ഓരില, പാമ്പുംകൊല്ലി, ഇടിഞ്ഞിൽ, ശതാവരി, മൂവില, പഴുതാരക്കൊല്ലി, നാഗദന്തി, സർപ്പഗന്ധി, നറുംപാണൽ, രക്തചന്ദനം, ചന്ദനം, അകത്തി, ഇലമുള്ളി, വെള്ളക്കൊടുവേലി, നീലയമരി, ചുരുളി, നീർമാതളം, കായം എന്നീ സസ്യങ്ങളാണ് ജൈവ ഉദ്യാനത്തിലുള്ളത്. CCTV ന്യൂസ് കേച്ചേരി. ജൽജീവൻ മിഷൻ വർക്കുകൾക്കായി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ഇത്തരം പ്രവർത്തനം തടയുമെന്ന് പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് യൂത്ത് കോൺഗ്രസ് പൊന്നാനി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV സുജീർ പരാതി നൽകി.
പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുമായി നടന്ന ചർച്ചയിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ച് വിഷയം ഉടൻ പരിഹരിക്കാം എന്ന് ഉറപ്പ് ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ.പി. റാസിൽ, പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് വി.പി. ജമാൽ, കെ.എസ്.യു ജില്ലാ വൈസ് പ്രസിഡന്റ് റാഷിദ് പൊന്നാനി, യൂത്ത് കോൺഗ്രസ് ഈഴുവത്തിരുത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷെഫീഖ് നറുക്കിലായിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 8ാമത് സുവിശേഷ മഹായോഗം മെൽത്തോദ് ഹായെ 2024 ഞായറാഴ്ച നടക്കും. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയം മോർ ബസേലിയോസ് നഗറിൽ വൈകിട്ട് 6:30 ഗാന ശുശ്രൂഷയോടെ ആരംഭിക്കുന്ന സുവിശേഷ യോഗത്തിൽ ഫാദർ എൽദോസ് ചിറക്കുടിയിൽ വചന സന്ദേശം നൽകും. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജോസ് വെറുതു അരിമ്പൂർ, സെക്രട്ടറി മണി ജോയ് ചെറുവത്തൂർ, ജോയിന്റ് സെക്രട്ടറി ആൻജു സജു ചെറുവത്തൂർ, ട്രഷറർ സണ്ണി ചെറിയാൻ അരിമ്പൂർ എന്നിവർ നേതൃത്വം നൽകും. കേരള സർക്കാർ 7 മാസക്കാലമായി പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി നേതാക്കൾ കണ്ടാണിശ്ശേരി പഞ്ചായത്തിന് മുൻപിൽ ഉപവാസം അനുഷ്ഠിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു പ്രതിഷേധ ഉപവാസ സമരം. ഹിന്ദു ഐക്യവേദി കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PA ശിവരാജൻ, ജോയിന്റ് സെക്രട്ടറി AU വാസു എന്നിവരുടെ നേതൃത്വത്തിൽ രവീന്ദ്രൻ കരുമത്തിൽ, ശിവരാജൻ ആളൂർ, MK ശ്രീനിവാസൻ, PK മുകുന്ദൻ, MG മുരളി എന്നിവരാണ് ഉപവാസ സമരത്തിൽ പങ്കെടുത്തത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VU ബോഷി നാരങ്ങാവെള്ളം കൊടുത്ത് ഉപവാസ സമരം അവസാനിപ്പിച്ചു. വേനൽ കനക്കുന്നതോടൊപ്പം പകർച്ചവ്യാധികളും പടരുന്നതിനാൽ രക്ഷാകർത്താക്കൾക്കായി അൻസാർ സ്പ്രൗട്ട്സ് പ്രീ സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. KFHC പെരുമ്പിലാവ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ച് ക്ലാസ് എടുത്തു. ചടങ്ങിൽ അൻസാർ സ്കൂൾ പ്രിൻസിപ്പൽ ഷിഹാബുദ്ദീൻ പൂലത്ത് അധ്യക്ഷനായി. രക്ഷാകർത്താക്കളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു. പ്രധാനാധ്യാപിക ബബിത ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ശംഷാദ് നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ മാവിൻ ചുവട് ചിറ്റ്യാനി റോഡിലെ അപകടകരമായ ജംഗ്ഷനിൽ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചു. തിരുവെങ്കിടം ഹൌസസ് ബോർഡ് സെന്ററിലേക്ക് പ്രവേശിക്കുന്ന കവലയിലാണ് വാർഡ് കൌൺസിലർ VK സുജിത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലായി സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ച മുതിർന്ന പൌരൻ V ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. കൌൺസിലർ VK സുജിത്ത് അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ ബാലൻ വാരനാട്ട് വിഷയാവതരണം നടത്തി. സുമോദ് മംഗള, മഞ്ജു രവീന്ദ്രൻ, V വിജയലക്ഷ്മി, KP ശ്രീകുമാർ, അഡ്വക്കേറ്റ് അനൂപ് വിജയൻ എന്നിവർ സംസാരിച്ചു. ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കായി വേണ്ടിയുള്ള ഹെൽത്ത് കാർഡ് വിതരണ ക്യാമ്പ് ചിറയ്ക്കൽ സംഗമം പാലസിൽ നടന്നു. CITU കുന്നംകുളം ഏരിയ സെക്രട്ടറി PM സോമൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധന്യ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടന കുന്നംകുളം ഏരിയ സെക്രട്ടറി മനോജ് ബേബി, കാട്ടുകാമ്പാൽ മേഖലാ സെക്രട്ടറി അഭിലാഷ്, വ്യാപാരി വ്യവസായി സമിതി കുന്നംകുളം ഏരിയ സെക്രട്ടറി TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി പ്രൊവിഡൻസ് കോളേജിൽ വെച്ച് സൌജന്യ ത്വക്ക് രോഗനിർണയ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷനായി. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ E സുഷമ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിംസി പ്രവീൺ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ഫ്രാൻസിസ്, CG ജോസഫ്, KA ചന്ദ്രൻ, CS ശരണ്യ, KP പ്രിൻസി, ഫാർമസിസ്റ്റ് ജംഷീർ, ആശാപ്രവർത്തകരായ റോസി പോൾ, ഷാജി വർഗീസ്, NT ഗീത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം GLP സ്കൂളിലെ മികവ് ഉത്സവം വാർഡ് കൌൺസിലർ ദീപ ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK സുധീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഗീത സുരേഷ്, MPTA പ്രസിഡന്റ് ദീപ വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാട്ടകമ്പാൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 17 മുതൽ 26 വരെ ഭാഗവത സപ്താഹം നടത്തും. പ്രശസ്ത ഭാഗവത പണ്ഡിതൻ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ദിവസവും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സപ്താഹം നടക്കുക. രാധാ നമ്പൂതിരിപ്പാട്, നാരായണൻ PI, ബിജു നാരായണൻ എന്നിവർ സഹകാർമ്മികരാകും. മാർച്ച് 17 ഞായറാഴ്ച വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം സപ്താഹം സമാപിക്കും. യജ്ഞദീപം തെളിയിക്കൽ, ആചാര്യവരണം, തുടർന്ന് ഭാഗവത മാഹാത്മ്യ പ്രവചനവും നടക്കും. 21 വൈകിട്ട് 6 പാതിരാക്കുന്നത്ത് പ്രസാദ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സർപ്പബലിയുണ്ടാകും.
24-ന് ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധികർമ്മങ്ങൾ ആരംഭിക്കും. 26-ന് രാവിലെ ശുദ്ധികർമ്മങ്ങൾ, ശിവന് കളഭാഭിഷേകം, വൈകിട്ട് കന്യാകുമാരി ദേവിക്ക് പൂജ എന്നിവയുണ്ടാകും. പ്രതിഷ്ഠാദിനമായ 27-ന് രാവിലെ ബ്രഹ്മകലശപൂജ, കലശപൂജ, ഭഗവതിക്ക് ചാന്താട്ടം, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയും ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദ ഊട്ടുമുണ്ടാകും. അത്താഴപൂജയ്ക്ക് ശേഷം ആന, പഞ്ചവാദ്യം എന്നിവയോടുകൂടി ചുറ്റുവിളക്ക് നടക്കും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് 18 മുതൽ വൈകിട്ട് തിരുവാതിരക്കളി, ചാക്യാർകൂത്ത്, കഥകളി, ഓട്ടൻതുള്ളൽ തുടങ്ങി വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ചാലിശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്ര മൈതാനത്ത് ഏപ്രിൽ 14-ന് ആരംഭിക്കുന്ന CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഓഫീസ് ഉദ്ഘാടനം VP ലെനിൻ നിർവഹിച്ചു. പാരാ അംപ്യൂട്ടി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം ക്യാപ്റ്റനായിരുന്നു ഈ 16-കാരൻ. ജീവകാരുണ്യ രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും കായികരംഗത്ത് മുന്നിൽ നിൽക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ആരവം 2024 അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ മേള ഏപ്രിൽ 14-നാണ് ആരംഭിക്കുന്നത്. ചടങ്ങിൽ CSA സംഘാടക സമിതി കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ K ജ്യോതിദേവ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK സുനിൽകുമാർ, സഹയാത്രാ കോർഡിനേറ്റർ TA രണദിവേ, ഭരണസമിതി അംഗം PR ചന്ദ്രൻ, ഗോപിനാഥ് പാലഞ്ചേരി, ജിനു കവുക്കോട്, മാർവൽ ക്ലബ്ബ് സെക്രട്ടറി ബിജു കടവാരത്ത്, ട്രഷറർ TK മണികണ്ഠൻ, PR ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. മധുരവിതരണവും ഉണ്ടായി. പെരുമ്പിലാവ് ആൽത്തറ മഹല്ല് കമ്മിറ്റിയും ആൽത്തറ മഹല്ല് പ്രവാസി കമ്മിറ്റിയും സംയുക്തമായി റംസാൻ കിറ്റ് വിതരണം ചെയ്തു. പ്രവാസി കമ്മിറ്റി ഇൻചാർജ് മോനുട്ടി സാഹിബ് ആൽത്തറ മഹല്ല് പ്രസിഡന്റ് സദറുദ്ദീൻ തങ്ങൾക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷഫീഖ് അൻവരി കരിപ്പമണ്ണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുഅദ്ദീൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മഹല്ല് സെക്രട്ടറി അഷ്റഫ് ആൽത്തറ, ട്രഷറർ മൊയ്തീൻ ബാവ, കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൌരത്വ ഭേദഗതി ബിൽ നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം, കടവല്ലൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരകേന്ദ്രത്തിൽ നടന്ന പ്രതിഷേധ സദസ്സ് തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി CI ഇട്ടി മാത്യു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷനായി. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, നേതാക്കളായ സോയ ജോസഫ്, മഹേഷ്, നെൽസൺ ഐപ്പ്, സുരേഷ് MV, വാസു കോട്ടോൽ, ലബീബ് ഹസൻ, AM നിതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. CPM DYFI സംഘടനകൾ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തി. അക്കിക്കാവ് ആനക്കല്ലിൽ നിന്നും പെരുമ്പിലാവ് ആൽത്തറ വരെ DYFI ആനക്കല്ല് പുത്തൻകുളം യൂണിറ്റുകളും CPM ആൽത്തറ പുത്തൻകുളം ബ്രാഞ്ച് കമ്മിറ്റികളും ചേർന്ന് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്നു നടന്ന യോഗം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. KP ദിനേശൻ അധ്യക്ഷത വഹിച്ചു. CPM DYFI നേതാക്കളായ PK നൌഷാദ്, നീലകണ്ഠൻ മാസ്റ്റർ, സഹൽ, ദിജേഷ്, ഹരീഷ്, കടവല്ലൂർ പഞ്ചായത്ത് മെമ്പർ ഗിരിജ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ വായനശാലയ്ക്ക് സമീപം നടക്കുന്ന മൊബൈൽ സർക്കസ് പ്രദർശനം ശ്രദ്ധേയമാകുന്നു. തികച്ചും സൗജന്യമായ പ്രവേശനം ഒരുക്കുന്ന സർക്കസ് കാണുവാനായി നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയാണ് പ്രദർശനം. ഇവരുടെ പ്രകടനങ്ങൾ കണ്ട് ചില സന്മനസ്സുകൾ കലാകാരന്മാർക്ക് സഹായം നൽകുന്നുണ്ട്. കാഞ്ഞിരത്തിങ്കൽ സ്വദേശി സുധാകരനും ഈ സംഘത്തിലെ അംഗമാണ്. നൂതന സാങ്കേതിക വിദ്യകൾ നിറഞ്ഞാടുന്ന ഈ ലോകത്ത് പ്രായത്തെ പോലും പരിഗണിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് കാണികളെ ഹരം കൊള്ളിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചക്കാർക്ക് വിരുന്നായി. ചാലിശ്ശേരി SSC UP സ്കൂൾ റിട്ടയേർഡ് അധ്യാപിക തങ്കമണി നിര്യാതയായി. 72 വയസ്സായിരുന്നു. ചാലിശ്ശേരി ഗ്രാമത്തിലെ സിറിയൻ ക്രിസ്ത്യൻ അപ്പർ പ്രൈമറി പള്ളി സ്കൂളിൽ ദീർഘകാലം മലയാള അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച തങ്കമണി ടീച്ചറുടെ നിര്യാണം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തീരാവേദനയായി. നീണ്ട 33 വർഷം മലയാള അധ്യാപികയായി പ്രവർത്തിച്ച ടീച്ചർ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയ ഗുരുവാണ്. ചൂരലും കൈകളിലേന്തി ടീച്ചർ എത്തുക പതിവായിരുന്നെങ്കിലും ശിക്ഷിക്കുന്നതിനേക്കാൾ അധികം സ്നേഹപൂർണമായ ലാളന നൽകി മികച്ച പ്രോത്സാഹനമാണ് നൽകിയിരുന്നത്. എല്ലാവരുമായി സൗമ്യമായി ഇടപഴകുകയും സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയും ടീച്ചറെ എല്ലാവരിൽ നിന്നും വേറിട്ടതാക്കി. അക്കാലങ്ങളിൽ കുട്ടികൾക്കൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളുമായി ദൃഢമായ സൗഹൃദവും ടീച്ചർ കാത്തുസൂക്ഷിച്ചിരുന്നു. കുട്ടികൾ ഏറെ ബഹുമാനിച്ചിരുന്ന ടീച്ചർക്ക് ചാലിശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി ശിഷ്യഗണങ്ങളാണുള്ളത്. ടീച്ചറുടെ വിയോഗമറിഞ്ഞ് നിരവധി പേർ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാരം സെന്റ് ഔഗൻസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതനായ കൊച്ചുണ്ണി ഭർത്താവാണ്. ജോഷി, അശ്വതി, അനീന എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
പഴഞ്ഞി MD കോളേജിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷനായി. കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് P. അബ്ദുൾ ബഷീർ കലാകായിക പഠന മേഖലകളിൽ വിജയം നേടിയവർക്ക് ട്രോഫികൾ സമ്മാനിച്ചു. PTA സെക്രട്ടറി മാത്യു ഐസക്, കോളേജ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, PTA വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ ഗുരുക്കൾ, NAC കോർഡിനേറ്റർ ഡോക്ടർ ജിജി പോൾ, മലയാളം വകുപ്പ് മേധാവി ഡോക്ടർ പയസ് PJ, IQAC കോർഡിനേറ്റർ ഡോക്ടർ രാജി, കോളേജ് യൂണിയൻ ചെയർമാൻ സച്ചിൻ M, പ്രോഗ്രാം കോർഡിനേറ്റർ ആൻമരിയ ജോസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6030 രൂപ, പവന് 48,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ. ചരമം കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം കുന്നത്ത് മുകുന്ദൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. രത്നകുമാരി ഭാര്യയാണ്. സിബിൻ, സന്ധ്യ എന്നിവർ മക്കളാണ്. കീഴൂർ അരിയാരത്ത് മാടമ്പി മകൾ നളിനി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. കുട്ടഞ്ചേരി മുരിങ്ങത്തേരി കാങ്കലാത്ത് വീട്ടിൽ സുകുമാരൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. ജനാർദ്ദനൻ, വിജയൻ, വിജയ എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. വാഗ നിര്യാടത്ത് കുട്ടൻ നായർ ഭാര്യ അംബിക നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച എടക്കളത്തൂരിൽ നടക്കും. മനോജ്, മജേഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവർ തകരാർ, റേഷൻ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചതായി മന്ത്രി. രാവിലെ മുതൽ റേഷൻ കടകൾക്ക് മുൻപിൽ കാത്തുനിന്ന ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി K. മുരളീധരൻ MP. സംസ്ഥാനത്ത് 20-ൽ 20 സീറ്റിലും UDF ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് സമനില തെറ്റിയതുപോലെ മുഖ്യമന്ത്രി പിച്ചും പേയും വിളിച്ചു പറയുന്നതെന്ന് മുരളീധരൻ. പൌരത്വ ഭേദഗതി ബില്ല് സംബന്ധിച്ച ലോക്സഭയിലെ ചർച്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കല്ലുവെച്ച നുണയെന്നും മുരളീധരൻ. തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നാട്. കൺവെൻഷനുകളും റോഡ് ഷോകളും സജീവം. ഇലക്ട്രൽ ബോണ്ട് വഴി സ്വരൂപിച്ച പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കാമെന്നത് BJPയുടെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. ചാവക്കാടിനെ ആവേശത്തിലാക്കി ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. UDF പ്രചരണവും സജീവം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.